ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നല്ലൊരു ചെമ്മീൻ കറി ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്ന തൃശ്ശൂർ സ്റ്റൈലുള്ള ഒരു ചെമ്മീൻ കറിയാണ്. അതായത് തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ള ഒരു ചെമ്മീൻ കറി. അതിന് മുന്നേ വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. 2 മീഡിയം സൈസ് സവോള നന്നായി ചെറുതാക്കി അരിഞ്ഞെടുത്തത്, അതോടൊപ്പം തന്നെ ഒരു പകുതി സവോള നീളത്തിൽ അരിഞ്ഞെടുത്തത്, 4 തണ്ട് കറിവേപ്പില, 4 എരിവ് കുറഞ്ഞ പച്ചമുളക് നീളത്തിൽ അരിഞ്ഞെടുത്തത്, ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചി കഷ്ണം. ഒപ്പം നമുക്കിതിലേക്ക് കുറച്ച് പൊടികളും ആവശ്യമായിട്ടുണ്ട്, അത് വഴിയേ പറയാം. കൂടാതെ ഒരു 3-4 അല്ലി കുടംപുളി, ഒപ്പം 2.5 പിടി ചെറുകിയ നാളികേരം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുണ്ട്. ഒരു മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിനുള്ള ചെറുകിയ തേങ്ങ എടുത്ത് അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് നമുക്കിത് 1-ാം പാല്, 2-ാം പാല്, 3-ാം പാലൊക്കെ ആയിട്ട് മാറ്റി വയ്ക്കാം. അപ്പം നമ്മുടെ കറിയിലേക്കുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചെമ്മീനാട്ടോ. അപ്പം എൻ്റെ കയ്യിലുള്ളത് വലിയ സൈസുള്ള ചെമ്മീനാണ്. ഇത് ഏകദേശം ഒരു 400 ഗ്രാമോളം വരും. അപ്പോൾ ഇനി നമുക്ക് കറി വയ്ക്കാൻ തുടങ്ങാം. ഒരു സ്റ്റീലിൻ്റെ ചട്ടിയിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച സവാളയും ചതച്ചെടുത്ത ഇഞ്ചിയും അരിഞ്ഞ പച്ചമുളകും 2 തണ്ട് കറിവേപ്പിലയും ചേർക്കാം. ഇതിലേക്ക് നമുക്ക് കുതിർത്ത് വെച്ച കുടംപുളിയും ചേർക്കാം. കുടംപുളി നമുക്കൊരു അരമണിക്കൂർ കുതിർത്ത് വെക്കാം കേട്ടോ. അതിലേക്ക് ഞാൻ കുതിർത്ത് വെച്ച വെള്ളവും കുറച്ച് ചേർക്കുന്നുണ്ട്. അടുത്തതായി നമുക്കിതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിലുള്ള നല്ല വലിയ ചെമ്മീനായതുകൊണ്ട് ഞാനിത് 2 കഷ്ണാക്കി മുറിച്ചാണ് ഇടുന്നത്. നിങ്ങളുടെ കയ്യിൽ മീഡിയം സൈസ് ചെമ്മീനാണെങ്കിൽ അങ്ങനെ തന്നെ ഇടാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ ചെമ്മീനാണെങ്കിലും മുഴുവനോടെ ഇടാൻ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ തന്നെ ഇടാം. പെട്ടെന്ന് വേവിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഞാനിത് മുറിച്ചിടുന്നത്. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിലുള്ള നല്ല എരിവുള്ള മുളക് പൊടി ആയത് കാരണം ഞാൻ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എരിവ് കുറഞ്ഞ മുളക് പൊടിയുള്ളവരാണെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. അടുത്തത് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തത് ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തത് ഇതിലേക്ക് ഒരല്പം കായംപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തുകൊണ്ട് നന്നായി ഒന്ന് കൈകൊണ്ട് തിരുമ്മിയെടുക്കുക. നന്നായി ഒന്ന് തിരുമ്മിയെടുത്തതിന് ശേഷം നമുക്കിതൊരു അരമണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വയ്ക്കാം. അല്പം മല്ലിപ്പൊടിയുടെ കുറവ് തോന്നി, അപ്പം ഞാനൊരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അരമണിക്കൂർ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്കത് വേവിക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് അടുപ്പ് കത്തിച്ച് ചട്ടി ഇതിലേക്ക് വെച്ച് നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് 3-ാം പാല് ചേർത്ത് കൊടുക്കാം. 3-ാം പാലിനൊപ്പം ഞാൻ ആവശ്യത്തിന് വെള്ളം അതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. അതായത് ചെമ്മീൻ നല്ലപോലെ വേവിച്ച് കിട്ടാനുള്ള വെള്ളം അതിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം പറയാനുള്ളത്, കുക്കറിൽ നമുക്ക് ചെമ്മീൻ വേവിച്ചെടുക്കാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്കത് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 2-3 വിസിൽ മതിയാവും. അപ്പം നമുക്ക് പെട്ടെന്നത് വെന്ത് കിട്ടും. ഇങ്ങനെ വേവിക്കുമ്പോൾ ഒരുപാട് സമയം നമുക്ക് വേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ വേവിക്കുമ്പോൾ സമയം വേണ്ടി വരുന്നതിനാൽ ഞാനതിലേക്ക് ധാരാളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്, ചെമ്മീൻ വേവുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളം. അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി മൂടി വെച്ചിട്ടാണ് ഞാൻ ചെമ്മീൻ വേവിച്ചെടുക്കുന്നത്. ഇടയ്ക്ക് നമുക്ക് ഒന്ന് മൂടിക തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ചെമ്മീൻ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ടോ നോക്കാനും ഇടയ്ക്ക് മൂടിക തുറന്ന് നമുക്ക് നോക്കാം. ചെമ്മീൻ ആവശ്യത്തിന് വെന്തതിന് ശേഷം ഞാനിതിലേക്ക് 2-ാം പാല് ചേർത്ത് കൊടുക്കുകയാണ്. 2-ാം പാല് ചേർത്ത് കൊടുത്ത് തിളയ്ക്കുന്നത് വരെ നമുക്കിത് നന്നായി ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഒരു 2-3 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് 1-ാം പാലും ചേർത്ത് കൊടുക്കാം. അതിനിടയിൽ നമുക്ക് കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഉണ്ടോ എന്ന് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ നമുക്കതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. 2-ാം പാല് ചേർത്ത് ഒന്ന് തിള വന്നതിന് ശേഷം നമുക്കതിലേക്ക് 1-ാം പാലും ചേർത്ത് കൊടുക്കാം. 1-ാം പാല് ചേർത്ത് കൊടുക്കുമ്പോൾ തീ നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്യാൻ. അത് നന്നായി ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കണ്ടിന്യൂസ് ആയിട്ട്, അല്ലെങ്കിൽ അത് തേങ്ങാപ്പാലായതുകൊണ്ട് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിതൊരു 1-1.5 മിനിറ്റോ നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് നന്നായി ഇളക്കിക്കൊണ്ടേ ഇരിക്കാം.
അതിനുശേഷം നമുക്കിത് കാച്ചാൻ നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ നമുക്കതിലേക്ക് നീളത്തിലരിഞ്ഞ പകുതി സവാളയും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ ഇളക്കി ഒരു ബ്രൗൺ കളറാകുന്നത് വരെ നമുക്കിത് ഇളക്കിക്കൊണ്ടേയിരിക്കാം. അതിനുശേഷം നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണേ. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് ലൈക്ക് ചെയ്യണേ.